അത് ശരി, നീ പണിയാ? ഞാൻ വിളിച്ചു കേട്ടില്ലേ, ചോറെടുക്കാൻ എനിക്ക് പോണം. നിങ്ങൾ ചോറ് കഴിക്കാൻ വന്നോ? അപ്പോൾ സമയം 1 മണിയായി. അയ്യോ, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. ഓരോരോ പണിയെടുത്തിട്ട് നീ കറി ഉണ്ടാക്കണല്ലോ. സമയം 1:10. നീ എന്ത് കളി കഴിക്കുന്നു? 1:10 ചോറ് കഴിക്കുന്നു. അത് മഴയല്ലേ, എത്ര നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കറണ്ട് വന്നത്. തുണികളൊക്കെ എന്നിട്ട് ഞാൻ കല്ലിൽ അലക്കിയതാ. പിന്നെ ഇന്നലെ കുട്ടികളും വന്നിട്ട് പോയതല്ല, അവരുടെ വിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര നേരം എന്നൊക്കെ അലക്കിയതാ. അതാണ് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ, അപ്പോൾ വേഗം ഉണ്ടാക്കി തരാം കറി. ആകെ 2 തുണി അലക്കണം, ചോറും കറിയും വെക്കണം. അതല്ലേ എനിക്ക് പണിയുള്ളൂ. ചോറും കറിയും വെക്കാൻ 2 തുണി അലക്കൽ മാത്രമേ ഈ വീട്ടിൽ പണിയുള്ളൂ. ബാക്കി എല്ലാ പണിയും നിങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അടിച്ചു തുടയ്ക്കണ്ടേ, പാത്രങ്ങൾ കഴുകണ്ടേ, മീൻ വാങ്ങിയിട്ട് വരണ്ടേ, അത് മുറിക്കണ്ടേ, അത് അരക്കണ്ടേ, ഉണ്ടാക്കണ്ടേ, ഒന്നും ചെയ്യണ്ട അല്ലേ? രാവിലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് കഴിച്ചത്. അതിന് കഴിച്ചിട്ട് ആ ടേബിൾ മേലെ തന്നെ വെച്ചിട്ട് പോയില്ലേ? ആ പാത്രങ്ങളൊക്കെ ആര് കഴുകുന്നു പറഞ്ഞിട്ടാ? എല്ലാം ഞാൻ തന്നെ കഴുകണ്ടേ? നിർത്തില്ല അവിടെ. ഷോപ്പിൽ പോയി നല്ല കഷ്ടപ്പെട്ടാണ് കേട്ടോ. വെറുതെ തിന്നുകൊണ്ടിരിക്കില്ല. നിങ്ങൾ കുറേ കാലം ഉണ്ടല്ലോ പറയുന്നത് തിന്നും കണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ഞാൻ ഷോപ്പിൽ പോവാം. നിങ്ങൾ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കും. ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യുന്നുള്ളത്. എന്ത് ചെയ്യാന്? നീ വെക്കുന്നതാണ് ഷോപ്പിൽ, അപ്പോൾ അതിൻ്റെ വിലയാണ്. പിന്നെ ചോറും കറി ഉണ്ടാക്കുന്ന പണിയില്ലേ, അത് വെച്ചിട്ട് നീ വരുമ്പോഴേക്ക് എല്ലാം കൊണ്ട് അടുത്ത് വെച്ചത് നോക്കുന്നതാണ്. എന്നാൽ ശരി, നാളെ മുതൽ ഞാൻ പോകാം ഷോപ്പിൽ. നിങ്ങൾ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്തിട്ടേ നിങ്ങൾ ചോറും കറിയും ഞാൻ വരുമ്പോഴേക്കും ആക്കി ഞാനൊന്ന് കാണട്ടെ. അല്ല, ഇതെന്താ ഇരിക്കുന്നത്? ഞാൻ 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരുവേ. ഭക്ഷണം റെഡി ആയിരിക്കണം ഇവിടെ. പിന്നെ ഇവിടെ ഞാൻ അടുക്കലും തുടക്കലും ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. നീ എന്തിനും 1 മണിയാണ് 12:30 വന്നോ? ഭക്ഷണം റെഡിയാണ് കേട്ടോ. ഇത് ആൾ മാറി. എന്നെ പഠിപ്പിക്കാൻ വരുന്നേ, ഞാൻ ആരാണെന്ന് അറിയില്ല. ചേച്ചി, ഇതെന്താ സുധാകരേട്ടൻ അടിച്ചു വരാണോ? അടിച്ചു വരിന്റെ കുട്ടി, ഞാൻ തുടക്കിയ ഇത് മോപ്പാ. അയ്യേ, ഇതിനാരെങ്കിലും തുടക്കാന്ന് പറയോ? ഇതിന് അടിച്ചു വരാന്നാ പറയാ. അല്ല അതൊക്കെ പോട്ടെ, വനജേച്ചി എവിടെ? ഇനിയേ ഈ വീട്ടിലെ വനിത ഞാനും സുധാകരൻ അവളും കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു ഇവിടുത്തെ 3-4 ആൾക്കാർ കൂടി ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അതിൽ വനജേച്ചിയും പേര് കൊടുത്തിനും. ഇപ്പം എന്തായാലും നിങ്ങളല്ലേ ഇവിടുത്തെ വനജേച്ചി, നിങ്ങൾ പോര്, വൈകുന്നേരം പോരാണേ. അവരുടെ അടുത്ത് ഡാൻസ് വേണ്ട, ഫുട്ബോളിൽ ടീം ഉണ്ടാക്കാൻ പറ്റും, ഞാൻ വരാം. ഏയ് വനജേച്ചി, ഫുട്ബോളൊന്നും വേണ്ട, ഡാൻസ് കളിക്കാൻ പോകുന്നോണ്ടി. വൈകുന്നേരം 4 മണി. ചോറെടുത്തോളിട്ടോ, നല്ല വിശപ്പ്. എനിക്ക് 1 മണിക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ സമയം 1:30-1:45. നല്ല തിരക്കാ ഷോപ്പില്. വേഗം കൊണ്ടുവരണേ. എന്താ പറയാ? ഇതെന്താ ഇത്രയും നേരം ചോറ് കൊണ്ടുവരണ്ട്? അല്ല, ചോറടിക്കും, ഞാൻ കൈ കഴിയിരിക്കാൻ പോകും. എനിക്ക് വേഗം പോകണം ഷോപ്പ് തുറക്കാൻ. നീ കുക്കറിന് കേട് വെച്ചില്ലേ? വാഷിംഗ് മെഷീൻ കേടും, തുണിയാകില്ല, ചോറാകില്ല. അപ്പൊ ചോറ് ചട്ടി വെച്ചിരിക്കുക അടുപ്പത്ത്. കുക്കറും വാഷിംഗ് മെഷീൻ ഞാൻ കേട് വരുത്താനോ? ഞാൻ മെഷീനിലല്ലേ തുണി അരക്കുന്നത്, കുക്കറിലല്ലേ രാവിലെ എല്ലാം ഉണ്ടാക്കിയത്, കറിയൊക്കെ ഉണ്ടാക്കിയത്. അന്ന് എന്തോ ഒരു കേട് പറ്റിയിട്ടുണ്ട്. നല്ലൊരു കാര്യം ചെയ്താൽ നമുക്ക് ചോറ് ഓർഡർ ചെയ്താൽ. ഓ, അപ്പൊ കുക്കറും കേട് വന്നു, വാഷിംഗ് മെഷീനും കേട് വന്നു. ബാക്കിയുള്ള പണിയൊക്കെയോ അതൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, ആ ടേബിളിൽ എന്താ ഇരിക്കുന്നത്? അത് രാവിലെ വെച്ച് ഇഡ്ഡലിയല്ലേ? അത് കഴിക്കാൻ ടൈം കിട്ടിയില്ല. എന്തായിരുന്നു വെല്ലുവിളി? 10 മിനിറ്റല്ലേ വൈകിയുള്ളൂ. ചോറായിട്ടില്ല, കറിയായിട്ടില്ല, നെയ്യോട് തിന്നും കണ്ടിരിക്കല്ലേ. എനിക്ക് എന്താ പണിയെന്ന്
ഇപ്പൊ നിങ്ങൾ എന്തെല്ലാം ഒന്ന് പണി ചെയ്ത് ഒന്ന് പറഞ്ഞു തരും നോക്കട്ടെ ഇവിടെ എന്താ ചെയ്തെന്നുള്ളത്. ഈ വെല്ലു വിളിക്കുമ്പോഴേ എന്നെ കൊണ്ട് കഴിയോ ഇതൊന്നും കൂടി നോക്കണം കേട്ടോളെ. ഇപ്പം ജോലിക്ക് പോയിട്ട് വരുമ്പോഴേക്കും ചോറ് വെച്ച് കറി വെച്ച് അല്ലെങ്കിൽ ചായയാണോ ചപ്പാത്തിനെ എന്താ ഉണ്ടാക്കി ആ ടേബിളിന്റെ മേലെ കൊണ്ട് നിറച്ചു വെച്ചു. കൈ കഴുകിട്ട് വന്നാൽ അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നാൽ ഇരുന്ന് കഴിച്ചു. അപ്പൊ ഒന്നും അറിയില്ല പെണ്ണുങ്ങളുടെ വില. ഒരു നേരം ആക്കിയിട്ട് പോയപ്പോഴോ ഒരു സാധനം ഈ വീട്ടിലില്ല. വീടെടുക്കണ കോലോ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വെറും പെണ്ണുങ്ങളില്ല, ഒരു പുലികളാണ്, പുലികൾ. അത് ചിന്തിക്കാനുള്ള ഓരോ കഴിവും ഈ ആണുങ്ങൾക്ക് വേണം.